പണ്ട് മദ്രാസിലെ എഡ്വേർഡ് എലിയറ്റ് സ്ട്രീറ്റിൽ ഒരു ബ്രാഹ്മണ കുടുംബം പാർത്തിരുന്നു. അവരുടെ തൊട്ട അയൽവക്കത്തുണ്ടായിരുന്നത് പേരുകേട്ട തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരായിരുന്നു. സംഗീത വിദുഷികളായിരുന്നു ഈ ബ്രാഹ്മണ കുടുംബത്തിലെ മുതിർന്നവർ. പ്രശസ്തനായ അയ്യാസ്വാമി അയ്യർ, അദ്ദേഹത്തിൻ്റെ മകളും അതിപ്രശസ്ത. മകളുടെ ഭർത്താവ് മദ്രാസിലെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ഇവരുടെ മകളും പിന്നീട് നൃത്തത്തിലും സംഗീതത്തിലും അതിനിപുണയായി. പക്ഷേ പിന്നീട് പ്രശസ്തയായത് ഒരു നടി എന്ന നിലയിലായിരുന്നു. ചെറുപ്പത്തിലെ താമസിച്ച സ്ട്രീറ്റിലെ തൊട്ട അയൽവക്കത്തായിരുന്നല്ലോ ഈ ലളിത പത്മിനി രാഗിണിമാർ താമസിച്ചിരുന്നത്. അപ്പോൾ ശരിക്ക് ഒരു ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ അവരെ കണ്ടു തുടങ്ങിയിരുന്നു അല്ലേ? ഓർമ്മ വയ്ക്കുമ്പോൾ എനിക്കും അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രസവിച്ചത്. അതുകൊണ്ട് എന്നെ ആദ്യം കയ്യിലെടുത്തത് പപ്പിയക്കനും സുകുമാരിയക്കനും. ഓ ശരി. അല്ല, അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഒരു ഓർമ്മ വയ്ക്കുമ്പോൾ മുതലേ ഇവരെ കണ്ടതുകൊണ്ടാണോ, അതുകൊണ്ടാണോ ആ ഫീൽഡിലേക്ക് തന്നെ വരണം, അങ്ങനെ ഒരു കലാകാരി ആവണമെന്നൊരു തോന്നൽ ചെറുപ്പത്തിൽ ഉണ്ടാകാനുള്ള കാരണം? സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എല്ലാ സാറ്റർഡേ സൺഡേ മിക്കവാറും അവരുടെ കൂടെ ആയിരിക്കും സ്റ്റുഡിയോയിൽ. പിന്നെ സുകുമാരിയമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ കയ്യിലെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നും രാവിലെ കുളിക്കുന്നത് അവരുടെ കൂടെയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ വന്നതിന് ശേഷം അവരുടെ ഗാർഡനിൽ അവർക്ക് ഒരു വലിയ മുല്ലപ്പൂവിൻ്റെ ഒരു വലിയ ഗാർഡൻ ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്കൊരു കുളം. ഈ കുളത്തിൽ മുങ്ങി കുളിച്ച് ശീലം അത് വിടണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാട്ടും ബഹളവും. അങ്ങനെ എന്നെ കൊണ്ട് 1 2 3 പറയിക്കും. ഞാൻ ഏറ്റവും ചെറുതല്ലേ, അപ്പം ഞാൻ 1 2 3 പറയുമ്പോഴത്തേക്ക് എല്ലാം ചാടും. ഒരു ദിവസം അങ്ങനെ ഞാനും ചാടി. അപ്പോൾ ഇവർ വരുമ്പോൾ എന്നെ കാണുന്നില്ല. വേഗം അകത്ത് പോയിട്ട് എന്നെ കയ്യിലെടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ കുറേ അഴുക്ക് വെള്ളവും കുടിച്ച് സീരിയസ് ആയി. അപ്പം എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൂപ്പനെ കണ്ട എല്ലാവർക്കും പേടിയാണ്. 7ാമത്തെ വയസ്സിലാണ് ആദ്യം കാലിൽ ചിലങ്ക കെട്ടി നൃത്തരംഗത്തേക്ക് വരുന്നത്. 7ാമത്തെ വയസ്സിലായിരുന്നു അരങ്ങേറ്റം? അല്ല, 5 വയസ്സിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. അതിനും പപ്പിയമ്മയാണ് കാരണം. ഞാൻ അപ്പോഴേ പാട്ട് പാടുമ്പോൾ അതിൻ്റെ സ്വരാക്ഷരമൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഒരാൾ അകാരത്തിൽ പാടുകയാണെങ്കിൽ അത് ഇന്ന സ്വരമാണ്, അതിന്ന രാഗമാണ് എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് പഠിച്ചിട്ടല്ല? അല്ല, കേട്ട് തന്നെ. അപ്പോൾ പപ്പിയമ്മ പറഞ്ഞു, നല്ല കണ്ണാണ്, നമുക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാക്ക, എല്ലാവരും പാട്ടല്ലേ വീട്ടിൽ, ഇവളൊന്നും ഡാൻസർ ആട്ടെ. അപ്പം അമ്മ പറഞ്ഞു, അവൾക്ക് നല്ല നല്ല താളം ഞാനുണ്ട്, അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ചേട്ടേ. അങ്ങനെ എൻ്റെ അപ്പൂപ്പന് ഭയങ്കര സന്തോഷമായി. അപ്പോഴേ അപ്പൂപ്പൻ പറഞ്ഞു, നിന്നെ ബാലസരസ്വതിയെ പോലെ ഞാൻ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആംബീഷ്യസാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കാപ്പിയൊക്കെ കൊടുത്ത ഉടനെ വേഗം പോകുമ്പോൾ ഡാൻസ് ക്ലാസ്. ഈ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് പാട്ട് പഠിപ്പിച്ചു അപ്പൂപ്പൻ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനിതെല്ലാം ഓർമ്മ വെച്ച് തിരിച്ച് പറയണം, ഈ സ്വരമൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറേശ്ശെ മാസ്റ്ററുടെ അടുത്ത് പഠിച്ച് 11 വയസ്സിൽ അമ്മ പറഞ്ഞു, ധൃതി കൂട്ടി അരങ്ങേറ്റം ചെയ്യേണ്ട, കാരണം അവളുടെ അരങ്ങേറ്റത്തിന് എല്ലാ വിദ്വാൻസും വരും. അപ്പം ഞാൻ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും വരും. സോ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ആരും പറയരുത്, അതുകൊണ്ട് മാസ്റ്റർ വളരെ സൂക്ഷിക്കണം. അങ്ങനെ ഒരു 6 കൊല്ലം റിഗ്രസ് ട്രെയിനിങ് ആയിരുന്നു എനിക്ക്. പിന്നെ ഈ അരങ്ങേറ്റം ഡിസൈഡ് ചെയ്ത പിന്നെ ഈ ഷൂട്ടിങ്ങിൽ കൊണ്ടുപോകുന്നതൊക്കെ നിർത്തി. സാറ്റർഡേ സൺഡേ മുഴുവനും മാസ്റ്ററുടെ വീട്ടിൽ ഗുരുകുലവാസം പോലെ അവിടെ തുണിയലക്കണം, പാത്രം തേച്ച് കഴുകിത്തരണം. ഇതിനിടയ്ക്കാണ് ക്ലാസ്. അത് ഏത് മാസ്റ്ററുടെ കൂടെയായിരുന്നു? തണ്ടായുധ പണിപ്പിള്ളை എന്ന് പറഞ്ഞിട്ട് വൈജയന്തിമാലാമ്മയുടെ മാസ്റ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ നൃത്തവും സംഗീതമാണ് ചെറുപ്പത്തിലേ തൊട്ട് ഇങ്ങനെ അതായിരുന്നു അന്തരീക്ഷം. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് എന്നും വൈകുന്നേരം വരുമ്പോൾ ചില ദിവസം ചെമ്പൈ മാമ വന്നിരിക്കും, ചെമ്മൻകുടി സാർ വന്നിരിക്കും, പിന്നെ ആലത്തൂർ ബ്രദേഴ്സ്, ഇവരെല്ലാം ഭയങ്കര സെമിനാറായിരിക്കും, പാട്ടും. പിന്നെ ബഡേ ഗുലാം അലി ഖാൻ സാഹിബിനെ ആദ്യം വരുത്തിയത് എൻ്റെ അപ്പൂപ്പനാണ് മദ്രാസിൽ മ്യൂസിക് അക്കാഡമി സദസ്സിൽ പാടിച്ചത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസം. അപ്പോൾ അദ്ദേഹത്തിന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
വീട്ടിനകത്തൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാർ ഷെഡിൽ നിന്ന് ഞങ്ങളുടെ പോണ്ടിയാക്ക്, സ്റ്റൂഡി ബേക്കർ, പ്ലൈമൗത്ത് എന്നൊക്കെ പറഞ്ഞ് 3 കാറിനെയും പുറത്ത് തള്ളി. അതെവിടെയെങ്കിലും കൊണ്ടിടാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു മുസ്ലിമിനെ, ഒരു ബിരിയാണി സ്പെഷ്യൽ ചെയ്യുന്ന ഒരാൾ കുക്കിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെയായിരുന്നു പിന്നെ സിനിമയിലേക്കുള്ളൊരു സജീവമായ തുടക്കം? ഇപ്പം സിനിമ ഞാൻ എപ്പോഴും പപ്പിയമ്മയോട് പറയും, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അമ്മയോട് അച്ഛനോട് എങ്ങനെയെങ്കിലും പറയണം, സമയം വരട്ടെടി ഞാൻ പറയാം, എൻ്റെ അച്ഛനായിരിക്കും പാര, അമ്മ എങ്ങനെയെങ്കിലും എനിക്ക് ഒതുക്കിയെടുക്കാൻ സാധിക്കും. ഒക്കെ ഞാൻ പറഞ്ഞ കേൾക്കും എന്നൊക്കെ പറയും. അതൊക്കെ ഏത് പ്രായത്തിലായിരുന്നു? ഐ വാസ് ഹാർഡ്ലി 12 years. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും ഒരു നടനായിരുന്നു കേട്ടോ, 40s. ഹി വാസ് ദ ഫസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് ഇൻ തമിഴ്നാട്. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരനാണ് PR പന്തുലു എന്ന് പറയുന്ന വലിയ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ വളരെ നന്നായിരിക്കുന്നു, അപ്പോൾ നമുക്ക് ചിന്നവർ, MGR സാറിനെ ചിന്നവർ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ ഒരു കാമുകൻ എന്ന് പറയുന്നത് MGR ആണ്. എൻ്റെ ഭയങ്കര, എപ്പോൾ ചോദിച്ചാലും 4 വയസ്സിൽ 3 വയസ്സ് ചോദിച്ചാലും പറയും ഞാൻ MGRയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ? പിന്നെ എത്ര പ്രാവശ്യം ഇവരുടെ മടിയിലൊക്കെ കുഞ്ഞായിട്ടിരുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ടെസ്റ്റ് എടുപ്പിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒരു ഇങ്ങേരുടെ കൂടെ അഭിനയിക്കുകയും. അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ MN നമ്പ്യാർ സാറുടെ മേക്കപ്പ് റൂമിൽ വെച്ചാണ് എനിക്ക് ഫസ്റ്റ് ഡയറക്ടർ P. വാസുവിൻ്റെ അച്ഛൻ മേക്കപ്പ് ചെയ്യുന്നത്, പീതാംബരൻ സാർ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇന്ന് ആരാണ് നിന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഞാൻ പറഞ്ഞു അറിയില്ല, ചിന്നവരാണ്. എൻ്റെ കയ്യും കാലും ഒന്ന് വിറച്ച് തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഞാൻ പോയി ഇന്ന് എന്തോ ഡയലോഗൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു, പക്ഷെ സാരി എടുത്തുകൊണ്ട് നടക്കാൻ അറിഞ്ഞൂടാ എനിക്ക്, ഇടറി വീണുപോയി. അപ്പോൾ കുറച്ചുകൂടെ പോട്ടെ. അപ്പോൾ എന്നെ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു, നീ അല്ലേ എപ്പോഴും എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു പുറകെ നടന്നുകൊണ്ടിരുന്നവള് എന്ന് ചോദിച്ചു. ആ അതെ എന്ന് പറഞ്ഞു. കഴിക്കാം കേട്ടോ, ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കാം. ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് ഓടിക്കളഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു കുറച്ചുകൂടെ പോട്ടെ, 2-3 കൊല്ലം കൂടെ പോട്ടെ, അത് കഴിഞ്ഞ് ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഹെർ ആക്ട്. പക്ഷെ ആ സന്ദർഭം വന്നേ ഇല്ല, അവസാനം വരെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയേയില്ല. പിന്നീട് മലയാള സിനിമയിലേക്ക് വന്നവർ എങ്ങനെയായിരുന്നു? മലയാള സിനിമയിൽ വന്നത് അമ്പലപ്രാവിൽ ആദ്യം ഒരു ഭാസ്കര മാസ്റ്ററുടെ ഡയറക്ഷനിൽ ഒരു ഡാൻസ് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് കുമാരസംഭവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പപ്പിയമ്മയുടെ വീട്ടിൽ വെച്ച് എന്നെ സുബ്രഹ്മണ്യ മുതലാളി കാണുന്നത്. അവിടെ വെച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വസന്തകുമാരി, ഇത്ര വലിയ മോളുണ്ട്, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഒരു 18 വയസ്സുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞില്ല സാർ, എനിക്ക് 14.5 എന്ന് പറഞ്ഞു. പറഞ്ഞു എൻ്റെ ഹീറോയ്ക്ക് ഒരു 60 വയസ്സുണ്ട്, കുഴപ്പമില്ല, നമുക്കങ്ങ് ശരിയാക്കാതെ എന്നൊക്കെ പറഞ്ഞു. മലയാളം അറിയാമല്ലോ നിനക്ക്, സംസാരിക്കണം? അറിയാം, സംസാരിക്കും. ഇത്രയൊക്കെ മതി പറഞ്ഞു. സ്ട്രെയിറ്റ് സൗണ്ട് വന്നപ്പോഴാണ് ഒരു രക്ഷയില്ല, എനിക്ക് ഈ രാ വരില്ല. കാര്യം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സത്യമാഷ തലകിട്ട് കുട്ടും. അത് ചട്ടമ്പിക്കവലയിൽ വന്നതാണ്. ചട്ടമ്പിക്കവലേക്കാണ്. കുമാരസംഭവത്തിൽ വന്ന് പപ്പയമ്മയെ കാണുമ്പോൾ എന്നെ ബുക്ക് ചെയ്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് 2 പടം എടുക്കുകയായിരുന്നു. അപ്പോൾ കുമാരസംഭവത്തിൽ എനിക്കൊരു ഡാൻസും തന്നു. മലയാളി അല്ലെങ്കിൽ പോലും ഈ മലയാളം കേട്ട് തന്നെയാണ് വളർന്നത്. അതന്നെ ഹാബിറ്റ്സും എല്ലാം ആയിരുന്നു. അപ്പോൾ ഈ ചട്ടമ്പിക്കവലയിൽ മലയാളം ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡബ് ചെയ്തു. സെക്കൻഡ് ഷെഡ്യൂൾ എന്നെ കൊണ്ട് തിക്കുറിശി സാർ പറയിച്ചു.